ഓട്ടോ ചെലവിന്റെ പേരിലും ഹോസ്പിറ്റൽ ബില്ലിന്റെ പേരിലും ഒക്കെ ഞാൻ കുറേ പൈസ എൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. 10,000 രൂപ ഇപ്പം എൻ്റെ അക്കൗണ്ടിലുണ്ട്. ആകെ 4,000 രൂപ അമ്മയ്ക്ക് ചിലവായിട്ടുള്ളൂ. വലിയ സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ ഇന്നിപ്പോൾ വേറെ പൈസ അവൻ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് ടെസ്റ്റിന്റെ പേരിൽ. ഒരു 6-7 ദിവസം അമ്മ ഈ കിടപ്പങ്ങോട്ട് കിടക്കും. അതിന്റെ പേരിൽ എനിക്കൊരു 40,000-45,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും. പിന്നെ വീട്ടിൽ ചെലവിനുള്ള പൈസ ഞാൻ വേറെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പണിയെടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതിന് വേറെ കൂലി ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വകയിൽ ഒരു 30,000 കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇവിടെ കയറി വന്നിട്ടേ വലിയ പുണ്യാളം ചമയാൻ നിൽക്കരുത്. എന്ത് കഷ്ടപ്പെട്ടിട്ടാന്നറിയോ ഓരോന്ന് ചെയ്തെടുക്കുന്നത്. നാണലടി നിനക്ക്? നീയൊക്കെ ഒരു മോളാണോ? നിനക്ക് വേണ്ടിട്ടല്ലേ അമ്മ ആ തോട്ടത്ത് പോയിട്ട് വീണത്? അപ്പൊ നിന്റെ കടമയല്ലേ അമ്മേനെ നോക്കിക്കൊടുക്കണം എന്നുള്ളത്. ഇതിന് നേരെ മറിച്ചിട്ട് വിശാലിനെ വിളിക്കുന്നു, കുറെ പൈസ വാങ്ങുന്നു. ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം നിനക്കില്ലേ? ഒന്നല്ല നിന്റെ അമ്മയല്ലേ അവിടെ കിടക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നേരെ അവനെ വിളിച്ചിട്ട് പൈസ ചോദിച്ചിട്ട് പൈസ കിട്ടിയാൽ മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നിൽക്കുകയാണ് നീ. അവന്റെ മാത്രം അമ്മയാണോ? നിന്റെ അമ്മയല്ലേ? അതും പോരാണ്ട് നീ ഇല്ലാത്ത കുറെ കാരണങ്ങൾ പറഞ്ഞിട്ട് നീ നിന്റെ ആങ്ങളേന്റെ കുറെ പൈസ വാങ്ങിയെടുക്കുന്നില്ലേ? നിനക്ക് ഒരു ഉളുപ്പുമില്ലടി. അവനോട് എത്ര കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നത് നിനക്കറിയോ? അവനൊരു പൈസ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്? നീ ചോദിക്കും ഇങ്ങനെ അയച്ചു തരാൻ വേണ്ടിയിട്ട്. നീ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴേ അമ്മ നിന്റെ കയ്യിൽ കുറേ സാധനങ്ങൾ ചാക്കണക്കിന് കെട്ടിത്തരുമല്ലോ, മോളെ നീ ഇത് കൊണ്ടുപോയിക്കോ അത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിനക്ക് അതിനൊന്നും ഇങ്ങോട്ട് വാങ്ങൽ മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങോട്ട് കൊടുക്കേണ്ടത് വരുമ്പോൾ നിനക്ക് 10,000 കണക്കാ. അത് ഇല്ലാത്ത കണക്ക് എവിടെ നിന്നില്ലാത്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാ. നിന്റെ അങ്ങനെ നാട്ടിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? 3-4 വർഷമായില്ലേ? അവൻ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്? അവൻ അത്രയും പ്രാരാബ്ദം ഉള്ളതുകൊണ്ട്. ഇനി കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അവൻ അവിടെ ഗൾഫിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ടിരിക്കുന്നത്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കല്യാണത്തിന് വേണ്ട പൈസ, പ്രസവം, അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ പൈസ അവന് ചിലവായിട്ടുണ്ടാവില്ലേ? അതൊക്കെ ഒരു പക്ഷെ അവൻ വേറെ പല സ്ഥലത്ത് നിന്ന് കടം വാങ്ങിയതായിരിക്കും. അതവന് തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് അവിടെ പണിയെടുത്ത് അവിടെ തന്നെ നിൽക്കുന്നത്. എന്നിട്ട് ഇല്ലാത്ത ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട്. നീ അമ്മേന്റെ മകളായതുകൊണ്ട് നിനക്ക് ഈ വാങ്ങി തിന്നല് മാത്രമേ തിരിച്ചങ്ങോട്ടൊന്നും കൊടുക്കണ്ടേ? ഇപ്പൊ അവനിവിടെ ഇല്ല, അമ്മയൊന്ന് വീണു, ഹോസ്പിറ്റലിലേക്ക് പോകണം. പൈസ കയ്യിലില്ലെങ്കിലേ അവനോട് ഇറക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് എന്നോട് ചോദിച്ചൂടെ? അവിടെ കിടക്കുന്നത് അവന്റെ അമ്മ മാത്രമാണോ? നിന്റെയും കൂടെ അമ്മയല്ലേ? അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അമ്മേനെ നോക്കേണ്ടത് നിന്റെയും കൂടെ കടമയല്ലേ? നിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് ചാടിക്കയറി അവനെ വിളിച്ചിട്ട് ഏട്ടാ എനിക്ക് അത്ര പൈസ വേണം ഇത്ര പൈസ വേണം. എടി, ആങ്ങളമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാരം അവർ ഷോൾഡറിൽ വെച്ച് കൊടുക്കാനുള്ളവരാണ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫ്രീ ഹാൻഡ് കൈയും കഴുകിയിട്ട് വീടുന്ന് പൊടി തട്ടി പോകാനുള്ളവരാ? കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്ക്, കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്ക് അവന്റെ വിഷമങ്ങൾ, അവന്റെ ജീവിതം.